പിന്നൊന്ന് ഞാൻ പറഞ്ഞു കേട്ടത്, സാക്ഷാൽ പിണറായി വിജയൻ 10,000-കണക്കിന് ആളുകൾ വൈക്കത്തൂടെയാണ്. ബാക്കി പല രാഷ്ട്രീയക്കാരും പറഞ്ഞ യോഗത്തിൽ ഞാൻ പോയിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം അവൻ പറയും സവർണ യാഥാ മറ്റേ യാഥാ പ്രയോഗിച്ച് അത് ഇത് കടകളെന്നൊക്കെ പറയും. അല്ലാതെ ഇതിന് കാരണമെന്ത്? കാരണം ഈ പരസ്യ പറഞ്ഞ ഗുരുദേവൻ വടക്കേ നടയിൽ നിന്ന് വണ്ടിയിൽ കാളവണ്ടിയാണെന്ന് വണ്ടിയിൽ തെക്കേ നിലയിലേക്ക് മുന്നിലൂടെ പോയപ്പോൾ തടഞ്ഞു പോകാനൊക്കെ തിരിച്ചോടിച്ച് ഗുരുവിനെ. ആ ഗുരു തിരിച്ച് ശിവനിക്ക് വന്നു. ചരിത്രമാണ്. ഈ ചരിത്രത്തെ പലരും മറക്കുകയാണ്. ആ ഗുരു അന്നത്തെ സംഘടനാ സെക്രട്ടറി എന്ന ടി.കെ. മാധവൻ ഗുരുവിനെ കണ്ട് ചോദിച്ചു ആ ദുഃഖം, ആ വഴി തുടങ്ങിയുള്ള ഗുരുവിനെ വഴി തുടങ്ങിയുള്ള ദുഃഖമാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന കാരണം. സംഘടനാ സെക്രട്ടറി ആയിരുന്ന ടി.കെ. മാധവൻ അദ്ദേഹത്തിന് അഭിമാനബോധം, തൻ്റെ ഗുരുവിൻ്റെ വഴി നടന്ന സമുദായത്തിന് സമൂഹത്തിനെതിരെ ഈ രാജ്യത്ത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം നടത്തണമെന്നുള്ള വിചാരത്തോടുകൂടി കക്കറടയിൽ പോയി ഗാന്ധിജിയെ പോലും കണ്ട് ആ സമരം ഗാന്ധിജിയെ കൊണ്ടുപോയി ഏറ്റെടുപ്പിച്ചുകൊണ്ട് ഇത് ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ടി.കെ. മാധവൻ. ആ ടി.കെ. മാധവനെ പറ്റി പറയൂ, ഇത് തുടങ്ങാനുള്ള കാരണത്തെ പറ്റി പറയാനും പറയൂ. അവിടെ ഒരു ദളവാക്കുന്നുണ്ട്, ആ കുളത്തെ പറ്റി പറയുകയായിരുന്നു. ദളവ അവിടെ പട്ടികജാതിക്കാരൻ വിനോദക്കാരൻ വഴി നടന്നപ്പോൾ വെട്ടിയിട്ട് മുറുകെയിട്ട് മൂടിയ കുളമാണ്. ആ കുളം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ കുറച്ചാൾ മുമ്പ് അത് മൂടി അത് പ്രൈവറ്റ് സ്റ്റാൻഡായിട്ട് ആ ദളവാക്കുളത്തിന്റെ ചരിത്രം കേട്ടില്ല. ചരിത്രകാരന്മാർ പലപ്പോഴും ചരിത്രത്തെ അവരുടെ സൗകര്യത്തിൽ മാറ്റിയത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ഗുരുദേവൻ അന്നത്തെ കാലത്ത് 12 നിലയുണ്ട്. അന്നത്തെ കാലത്ത് വള്ളത്തിച്ചു നമ്മുടെ സംഭാവന കൊടുത്താണ്. വൈക്കം സത്യാഗ്രഹത്തിൽ നിങ്ങൾക്ക് താമസിക്കാനിരിക്കാനും ഉറങ്ങാനും കൊടുത്ത ഗുരുവിന്റെ സ്ഥലമാണ് ആശ്രമം. അവിടെ ഗുരുവിന്റെ പേരിലാണ് ഇന്നും ആശ്രമ സ്കൂള്. ഇങ്ങനെയുള്ള സത്യങ്ങളൊന്നും പറയാൻ ആരുമില്ല. വേറെ പല ആളുകളെ മറ്റുള്ളവരെ സുഖിപ്പിക്കുവാൻ ചരിത്രങ്ങൾ പറയാൻ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓർക്കണം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ കയറി വരുന്ന നല്ലൊരു പ്രാർത്ഥനയാക്കി ഞങ്ങൾക്ക് ശുഭം ചേർത്തിടുന്നേ ഞങ്ങളെയോ ആരാണ് ആർക്ക് വേണ്ടി ഗുരു പ്രാർത്ഥന കുമാരരാജന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ശുഭം ചേർക്കുന്നില്ല. അതായത് ഞങ്ങളൊന്നും നിങ്ങളൊന്നോ നമ്മളൊന്നും പറയില്ല. ഈ ഒരു സമുദായത്തിന് ശുഭം ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾക്ക് ശുഭം ചേർക്കുമെങ്കിൽ ഞങ്ങളുടെ യോഗം SNDP യോഗത്തിലൂടെ മാത്രമേ നമുക്ക് ശുഭമുണ്ടാകുകയുള്ളൂ എന്ന് സന്ധ്യാനാമം ചെല്ലുമ്പോൾ നമ്മൾ കുമാരനാശാൻ എഴുതിയ ആ സന്ധ്യാനാമം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിൽ അത് പ്രദർശിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകും. നിങ്ങളുടെ രാഷ്ട്രീയം മാറി, നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസത്തില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, കരയിന്റെ മുന്നിലെ മാറിയിട്ട് നമ്മൾ ശക്തമായ മാറ്റം വരുത്താനുള്ള ശക്തമായ ഇടപെടൽ നമ്മളുണ്ടല്ലേ. ഇപ്പോഴത്തെ പോട്ടെ അതിൽ പറയും ആ പാർട്ടിയിൽ എന്തിനാ കൊടുത്തത് രക്ഷമെന്നാണ്. നമുക്ക് കുഴിയെണ്ണ കാര്യം അപ്പം നിന്നാൽ പോലെ 3,600 രൂപ കിട്ടിയില്ല. 2,000 ഈ മികവർക്കും ഭാവനും കൂടുതൽ കിട്ടിയതാണ്. ഇവിടെ പിന്നോക്കാരനും പട്ടികജാതിക്കാരനുമായ ആളുകൾ കൂടുതൽ കിട്ടി. ഇത് നന്നായി കിട്ടും. നന്നാക്കുമ്പോൾ തന്നില്ലേ വേണം. 600 നിന്നാണ് ഈ ഗവൺമെന്റ് കൂട്ടി നമ്മളെല്ലാം നിലവിളിയും പുറമളയും കൊണ്ട് കൂട്ടി 1,600 ഇപ്പം 2,500 ആക്കി തന്നെ പ്രതീക്ഷിക്കുന്നു. 1,100 2,000 ചേർത്ത് 3,500 600 ഇന്നലെ തൊട്ട് നിങ്ങളുടെ എല്ലാം അക്കൗണ്ടിൽ വരാൻ തുടങ്ങിയെങ്കിൽ അത് ഈ ഗവൺമെന്റ് അല്ലാതെ ഏത് ഗവൺമെന്റ് ഇത്ര ഇച്ഛാശക്തിയുണ്ട്.
കണ്ടവണ്ടിക്കുന്നില്ല, കടം മേടിച്ചാണെങ്കിലും ഏതെല്ലാം ബാങ്കിൽ നിന്ന് ഓർമ്മിട്ടെടുത്തായാലും പപ്പറായാലും കട്ടക്കുഞ്ഞായാലും നമുക്ക് ഊത്ത് കേട്ടാണ് ചില്ലറ കിട്ടിയാണ്. അത് ഈ ഗവൺമെന്റ് നമ്മൾ മേടിച്ച് തന്നെങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സഹായിക്കുന്നവരെ ആണ് നമുക്ക് ഇഷ്ടം. അതല്ലാതെ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത തൊട്ടമെല്ലാം കിട്ടും എന്ന് പറയുന്നത് കാണുന്നതെല്ലാം കുറ്റം പറയല്ല, നല്ലത് നല്ലതാണെന്ന് പറയാനും ചീത്തയാണെന്ന് പറയാനുള്ള ഇച്ഛാശക്തിയാണ് സമൂഹത്തിൽ.